ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ എങ്ങനെ നമുക്ക് ടെക്സ്റ്റ് ബിഹൈൻഡ് എഡിറ്റ് നമ്മുടെ ഫോണിൽ തന്നെ ചെയ്യാമെന്നുള്ളതാണ്. ഓക്കെ, അതിന് ഞാനിപ്പോൾ രണ്ട് ആപ്പാണ് യൂസ് ചെയ്യുന്നത്, സ്നാപ്സീഡ് ആൻഡ് ലൈറ്റ് റൂം. രണ്ടും നമുക്ക് ഫ്രീ ആയിട്ട് പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്യാവുന്നേ ഉള്ളൂ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒട്ടും സമയം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഫോട്ടോ സ്നാപ്സീഡിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യേണ്ട ഫോട്ടോ ഇവിടെ സ്നാപ്സീഡിൽ ഓപ്പൺ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ആ എഡിറ്റ് എന്നുള്ള ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നേരെ താഴോട്ട് വരുമ്പോൾ അവിടെ ടെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഫോണ്ട് നിങ്ങൾ L2 ആയി കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ അവിടെ നിന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് എൻ്റർ ചെയ്യേണ്ട ടെക്സ്റ്റ് എന്താണോ അതവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ജമ്പ് എന്നുള്ള ടെക്സ്റ്റാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടിയുടെ നിക്ക് നെയിമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നെയിമോ അവിടെ കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഞാനിവിടെ ജമ്പെന്ന് കൊടുത്തിട്ട് ഓക്കെ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ടെക്സ്റ്റ് ഒന്ന് ചരിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ടെക്സ്റ്റ് അവിടെ കൊടുക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ചരിച്ചു കൊടുത്ത ശേഷം ടെക്സ്റ്റിൻ്റെ കളർ ഒന്ന് മാറ്റുകയാണ്, ബ്ലാക്ക് ആക്കുകയാണ്. കാരണം നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് നല്ല രീതിയിൽ വൈറ്റ് ആയതുകൊണ്ട് വൈറ്റ് കളർ കൊടുത്താൽ നല്ല രീതിയിൽ കാണാൻ പറ്റില്ല, അതുകൊണ്ടാണ്. ഓക്കെ, അതിനുശേഷം നിങ്ങൾ റൈറ്റ് സൈഡിൽ മുകളിലേക്ക് നോക്കി കാണാൻ പറ്റും. അവിടെ കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഷെയറിൻ്റെ അപ്പുറത്തുള്ള ഒരു ആരോ മാർക്കിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് കാണാൻ പറ്റും, അൺഡു, റീഡു അങ്ങനെ. അതിൽ വ്യൂ എഡിറ്റ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ കൊടുത്തിട്ട് ടെക്സ്റ്റിൻ്റെ ഓപ്ഷൻ അവിടെ വരും, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ 3 ഓപ്ഷൻസ് വരും. അതിൽ സെൻറ്ററിലായിട്ടുള്ള എഡിറ്റ് എന്നുള്ള ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത്. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് ഫോട്ടോയിൽ എവിടേക്കാണോ നമുക്ക് ടെക്സ്റ്റ് വേണ്ടത്, ആ സബ്ജക്റ്റ് ഒഴികെ എവിടേക്കാണോ നമുക്ക് ടെക്സ്റ്റ് വേണ്ടത് അവിടേക്കൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്ന പോലെ നമ്മൾ ഫോട്ടോയിലൊന്ന് ആക്കി കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ മാത്രം ടെക്സ്റ്റ് വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഫോട്ടോ സൂം ചെയ്ത് കൃത്യമായിട്ട് എവിടേക്കാണോ ടെക്സ്റ്റ് വേണ്ടത് അവിടെയെല്ലാം നല്ല രീതിയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവിടെ മാത്രമായിട്ട് നിങ്ങൾക്ക് ടെക്സ്റ്റ് വരും. ഓക്കെ, സൂം ചെയ്ത ശേഷം കറക്റ്റായിട്ട് എല്ലാ ഭാഗത്തും ഇതുപോലെ സൂം ചെയ്ത് കറക്റ്റായിട്ട് നിങ്ങളൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെ മാത്രമായിരിക്കും ടെക്സ്റ്റ് നിങ്ങൾക്ക് വിസിബിളായിട്ട് കാണാൻ പറ്റുക. ഓക്കെ, നിങ്ങളുടെ സബ്ജക്റ്റിലേക്ക് ഇപ്പോൾ ടെക്സ്റ്റ് കയറുന്നുണ്ടെങ്കിൽ നിങ്ങളത് ആ ടെക്സ്റ്റ് എന്നുള്ളത് അതിൻ്റെ ഒപ്പാസിറ്റി 0 ആക്കിയ ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇറേസ് ചെയ്ത് കളയാവുന്നതാണ്. ഇതുപോലെ ഇറേസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ടെക്സ്റ്റ് കറക്റ്റായിട്ട് ബ്രഷ് ചെയ്ത് നമ്മുടെ സബ്ജക്റ്റിൻ്റെ ബാക്കിലാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിത് സേവ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ലൈറ്റ് റൂമിലാണ് ഇതിൻ്റെ കളർ ഗ്രേഡിംഗ് ഒക്കെ ചെയ്യേണ്ടത്. അപ്പോൾ ഓക്കെ, ഇനി നമുക്ക് സേവ് ചെയ്യാം. സേവ് ചെയ്യാനായിട്ട് ലെഫ്റ്റ് സൈഡിൽ ഒരു ആരോ മാർക്കുണ്ട്, അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ബാക്ക് വരിക. ഓക്കെ, ബാക്ക് വന്ന ശേഷം സാധാ സേവ് ചെയ്യുന്ന പോലെ ഡൺ കൊടുക്കുക. എന്നിട്ട് നേരെ ലൈറ്റ് റൂമിലേക്ക് നിങ്ങളൊന്ന് ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഞാനിവിടെ ഇപ്പോൾ ലൈറ്റ് റൂം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ലൈറ്റ് റൂം ഓപ്പൺ ചെയ്ത ശേഷം ഞാനിവിടെ കളർ ഗ്രേഡ് ചെയ്യാൻ പോകുന്നത്. ഞാനിവിടെ മൂടി ഡാർക്ക് ഒരു എഡിറ്റാണ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും പ്രിസെറ്റ്സ് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഞാനിവിടെ യൂസ് ചെയ്യുന്ന പ്രിസെറ്റിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഐക്കാർഡിൽ കൊടുത്തേക്കാം. ആ വീഡിയോ കണ്ട ശേഷം നിങ്ങൾക്ക് ഈ പ്രിസെറ്റ് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ കളർ ഗ്രേഡ് ചെയ്യുന്ന പാർട്ട് ഞാനൊന്ന് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യുകയാണ്. അപ്പോൾ ഓക്കെ ഗൈസ്, നമ്മൾ കളർ ഗ്രേഡ് എല്ലാം ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇത്രയുള്ള ഗൈസ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. തൊട്ടടുത്താണെന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിലൂടെ എത്തിച്ചേരുന്നതാണ്. അപ്പോൾ ഓക്കെ ഗൈസ്, മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.